ചോസൺ ബൈ റീസൺ എന്ന പ്രോഗ്രാമിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് വളരെയധികം സവിശേഷതകളുള്ള ഒരു വ്യക്തിത്വമാണ്. ഒരു പുരോഹിതന് ആയുഷ്കാലം മുഴുവൻ വിചാരിച്ചാലും സാധിക്കാത്തത്രയും പേർക്ക് മാമോദീസ നൽകിയ ഒരു വ്യക്തി. കഴിഞ്ഞ 38 വർഷക്കാലത്തിനിടയ്ക്ക് കെനിയയിൽ 35,000 പേർക്ക് മാമോദീസ നൽകിയ ഫാദർ ജോസ് കല്ലേലി CMI ആണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് അച്ഛനെ സ്വാഗതം ചെയ്യാം. കഴിഞ്ഞ 38 വർഷമായിട്ട് അച്ഛൻ കെനിയയിലിപ്പം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ്റെ എനിക്ക് തോന്നുന്നു നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കാനുണ്ടാവുക കെനിയയെക്കുറിച്ച് തന്നെയായിരിക്കും. അവിടുത്തെ അനുഭവങ്ങൾ തന്നെയായിരിക്കും, അവിടുത്തെ ദൈവപരിപാലനയുടെ അനുഭവങ്ങളൊക്കെ തന്നെയായിരിക്കും. കേരളത്തിൽ അച്ഛൻ്റെ നാട് എവിടെയാണ്, ഒപ്പം കുടുംബത്തെക്കുറിച്ചും മാതാപിതാക്കളെക്കുറിച്ചുള്ള ഓർമ്മകളും ഒക്കെ ഒന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. എൻ്റെ നാട് ചാലക്കുടി അടുത്ത് കുറ്റിക്കാട് എന്ന് പറഞ്ഞ സ്ഥലം. അപ്പൻ, അമ്മ, ജ്യേഷ്ഠന്മാർ, പെങ്ങന്മാർ അവരൊക്കെ നല്ല ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുന്നു. എൻ്റെ അപ്പന് നിർബന്ധമുണ്ടായിരുന്നു ഇരുട്ടാവുന്നതോട് കൂടിയിട്ട് രൂപത്തിന് മുമ്പിൽ തിരി കത്തിക്കണം എന്നുള്ളത്. തിരി കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാരെല്ലാവരും വന്ന് നമസ്കാരവും കൊന്തയൊക്കെ ചെല്ലും. അത് അപ്പന് നിർബന്ധമുള്ള കേസ്. ഇല്ലെങ്കിൽ അപ്പൻ ഞങ്ങളെ ശിക്ഷിക്കുകയും വഴക്ക് പറയുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്കൊരു ജീവിതത്തിൻ്റെ വലിയൊരു അനുഭവമായിരുന്നു. എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് കിട്ടിയത്. അച്ഛൻ്റെ സഹോദരങ്ങളൊക്കെ ആരൊക്കെയാണ്? ഇപ്പോൾ എല്ലാവരും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? 2 പേരുണ്ട്, ബാക്കിയുള്ളവരൊക്കെ മരിച്ചുപോയി. എത്ര സഹോദരങ്ങളായിരുന്നു? ഞങ്ങൾ 6 സഹോദരങ്ങളും 2 പെങ്ങന്മാരും ആയിരുന്നു. അതിൽ 5 പേര് പോയി, ഞങ്ങൾ 3 പേര് ബാക്കി, താഴെയുള്ളവർ 3 പേര് ജീവിച്ചിരിപ്പുണ്ട്. അച്ഛൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്, ഏകദേശം ഒരു 11-12 വയസ്സ് പ്രായമുള്ള സമയത്താണ് അച്ഛൻ ആസ്പിരൻസ് ഹൗസിൽ ചെന്ന് ചേരുന്നത്. അന്ന് വൈദിക ജീവിതത്തെക്കുറിച്ച് അച്ഛനെ എത്രത്തോളം കാര്യങ്ങൾ അറിയാമായിരുന്നു? എൻ്റെ അപ്പം പലതും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. വഴിയിൽ ഞാൻ അപ്പൻ്റെ കൂടെയാണ് കുർബാനയ്ക്ക് പോവുക. വഴിയിലൊരു മുള്ള് കണ്ടാൽ അത് എടുത്ത് കളയണം, കാരണം മറ്റുള്ളവർ വരും, കാൽമ കയറും. അതുപോലെ പലതും. ഞാൻ ഇപ്പോഴും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പായയുടെ ബെഡിൻ്റെ 4 വശത്തും കുരിശ് വരച്ചിട്ടാണ് ഞാൻ കിടന്നുറങ്ങുക. അത് മറന്നുപോയി കിടന്നാൽ രണ്ടാമത് എഴുന്നേറ്റ് കുരിശ് വരയ്ക്കും, കാരണം അത് വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. അങ്ങനെ ചില നല്ല കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് പരിശീലനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചത്, ഈ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ അവിടെ ചെന്ന് എൽത്തുരുത്തിൽ ചെന്ന് ചേരുമ്പോൾ അന്നത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? അച്ഛൻ സമ്മതം കൊടുത്തതാണോ, അതോ അച്ഛൻ്റെ പപ്പ പറഞ്ഞു വിട്ടതാണോ? എങ്ങനെ? എൻ്റെ അപ്പച്ചൻ ചോദിച്ചു എനിക്ക് അച്ഛനാവണോന്ന്. അപ്പൊ ഞാൻ വന്നു പറഞ്ഞു. പക്ഷെ എന്താണ് അച്ഛൻ എന്നുള്ളത് ശരിക്കും അറിയില്ലായിരുന്നു. എന്നിരുന്നാലും എൻ്റെ അപ്പൻ്റെ ആഗ്രഹം ആണെന്ന് ചോദിച്ചിട്ട് ഞാൻ പോയി എൽത്തുരുത്ത് പഠിച്ചു. അങ്ങനെ പിന്നീട് എപ്പോഴെങ്കിലും ഇതല്ല എൻ്റെ വിളി അല്ലെങ്കിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. ഇത് ഒരു കുറേ കൂടി ഉറയ്ക്കുന്നതും, അതുപോലെ തന്നെ നമ്മൾ ഈ ദൈവവിളി ഉറപ്പിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇത് തന്നെയാണ് എൻ്റെ ജീവിതം, ഇത് തന്നെയാണ് എൻ്റെ നിയോഗം എന്ന് മനസ്സിൽ അച്ഛന് കുറേ കൂടി ഗൗരവത്തോടെ ഒരു ചിന്ത ഉറച്ചതൊക്കെ എപ്പോഴാണ്? അത് ഞാൻ ഈ വനരപ്പള്ളിയിലും വനരപ്പള്ളിയിലും 2 കൊല്ലം ലാറ്റിനും സിറിയാനും ഒക്കെ പഠിച്ചിട്ടുണ്ട് ഞാൻ. അത് കഴിഞ്ഞ് നോഷിറ്റ് 2 കൊല്ലം ഉണ്ട്. അന്ന കാലത്തൊക്കെ ദൈവവിളിനെ കുറിച്ച് ഞങ്ങൾക്ക് വളരെ ബോധ്യങ്ങൾ കിട്ടി. അങ്ങനെ അത് ഉറപ്പിച്ചു. പിന്നെ വേറെ സംശയം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ദൈവത്തിന് വേണ്ടി ജീവിക്കുക, അതാണ്. പട്ടം കിട്ടിയതിന് ശേഷം അച്ഛൻ കെനിയയിലാണ് കൂടുതൽ വർഷങ്ങൾ സേവനം ചെയ്തിട്ടുള്ളത്. ഒത്തിരി പ്രതിസന്ധികളും ഒരുപാട് വെല്ലുവിളികളും നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് അച്ഛൻ കെനിയയിലേക്ക് പോകാനായിട്ട് തീരുമാനമെടുക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഈ ഒരു കെനിയയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്? ഇവിടെ ഞാൻ 12 കൊല്ലം ഉണ്ടായിരുന്നു. അതിൽ 4 കൊല്ലം തൃശ്ശൂർ പ്രൊവിൻഷ്യൽ ഹൗസിൽ അവിടെ പ്രസിഡന്റ് ആയിരുന്നു, അതിൻ്റെ മാനേജറായിരുന്നു. പിന്നെ 1 കൊല്ലം പ്രൊവിൻഷ്യൽ ഹൗസിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അത് കഴിഞ്ഞ് പുല്ലൂർ പോയി 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അവിടെ സുപ്പീരിയറാക്കി. അങ്ങനെ 3 കൊല്ലം കഴിഞ്ഞ് അപ്പോൾ 4 കൊല്ലമായി അവിടെ. അത് കഴിഞ്ഞിട്ട് വന്നപ്പോഴാണ് ഞാൻ പ്രൊവിൻഷ്യൽ ഹൗസിൻ്റെ സെക്രട്ടറി ആവണത്. അത് കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ചാലക്കുടിയിൽ സുപ്പീരിയർ ഇല്ലാണ്ടായി. അപ്പോൾ എന്നോട് ചോദിച്ചു അങ്ങോട്ട് പോകാൻ പറ്റുമോ, കാർമലിൽ. ഞാൻ പോകാം. ഞാൻ പോയി. അവിടെ 2 കൊല്ലം സുപ്പീരിയറായി. എന്നെ 1 കൊല്ലം കൂടിയും 1 പ്രാവശ്യം കൂടിയും അവിടെ സുപ്പീരിയറാക്കി. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ കെനിയയിൽ നിന്ന് ഒരു എഴുത്ത് വന്നു.
ഒരു എഡ്വേർഡ് എന്ന് പറഞ്ഞിട്ടൊരു അച്ഛൻ ഓൾറെഡി കെനിയക്ക് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, CMI തന്നെ. സിമയിൽ തന്നെ ഒരച്ഛനെയും കൂടി കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ബിഷപ്പ് എഴുതി. ഓക്കെ. ബുള്ളറ്റിനിൽ പരസ്യം കൊടുത്തു, അച്ഛൻ വല്ലൊരു താല്പര്യം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഒരു ദിവസം പ്രൊഫഷണാളച്ചൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, വല്ലവരും കിട്ടിയോ പ്രൊഫഷണാളച്ചാന്ന് ചോദിച്ചു. എനിക്ക് ആരും കിട്ടിയില്ല കല്ലിയിൽ എന്ന് പറഞ്ഞു. ഞാൻ വേണമെങ്കിൽ പോവാന്ന് പറഞ്ഞു. ഓക്കെ. പ്രൊഫഷണാളച്ചൻ ഉത്തരം തരാതെ അത് പോയി. പക്ഷേ ഒരു മാസം ആകുമ്പോൾ രണ്ടാമത് തിരിച്ചു വന്നു. കല്ലിയിൽ അന്ന് പറഞ്ഞത് സീരിയസ് ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഐ ആം റെഡി എന്ന് പറഞ്ഞു. എഴുതി കൊടുക്കാൻ പറഞ്ഞു. ഞാനൊരു വെള്ളക്കടലാസിൽ ഒപ്പിട്ട് കൊടുത്തു. പ്രൊഫഷണാളത്തിന് ഇഷ്ടമുള്ളത് അവിടെ എഴുതി വെച്ചോ, അതായത് നിർബന്ധിച്ച് വിട്ടു എന്നൊന്നും പറയാൻ പാടില്ല. കുഴപ്പമില്ല, ഞാൻ പോയി. അങ്ങനെയാണ് ഞാൻ കെനിയക്ക് പോണത്. 1983 അച്ഛൻ കെനിയയിലേക്ക് ആദ്യമായിട്ട് ചെന്ന സമയത്ത് അവിടുത്തെ ഒരു സാഹചര്യം എന്തൊക്കെയായിരുന്നു? അതുപോലെ തന്നെ അച്ഛന് എത്രമാത്രം ഒരു വെല്ലുവിളികൾ അവിടെ ആദ്യകാലങ്ങളിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്? അതിനു മുമ്പ് 2 അച്ഛന്മാർ സാംബിയയ്ക്ക് പോയി. അവരധികം വൈകാതെ തന്നെ തിരിച്ചു പോന്നു. അത് നമ്മുടെ CMI കോൺഗ്രിഗേഷൻ്റെ ഒരു ഷെയിമാണ്. ഈവൻ സാംബിയയിൽ നിന്ന് ഒരു കുട്ടി, ഒരു പാരന്റ് കാർമൽ അഡ്മിഷൻ വേണ്ടി വന്നു. ആ പാരന്റ് പറഞ്ഞു, നിങ്ങളുടെ അച്ഛന്മാർ തിരിച്ചു വന്നു, വളരെ മോശമായി, മലയാളികൾക്ക് തന്നെ അത് വളരെ മോശമാണ്, ആ പാരന്റ് പറഞ്ഞു. അപ്പം എനിക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു, ആ CMI കോൺഗ്രിഗേഷൻ്റെ ഫേസ് ഒന്ന് ശരിപ്പെടുത്തിയെടുക്കണം. ഈ ഞങ്ങളുടെ പ്രൊവിൻഷ്യാൾ അലക്സ് അച്ഛനാണ്. അലക്സ് അച്ഛൻ എൻ്റെ വലിയ ഫ്രണ്ടായിരുന്നു. അലക്സ് അച്ഛൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കാൻ പാടില്ല, CMI കോൺഗ്രിഗേഷൻ്റെ ഇത് ശരിയാക്കി എടുക്കണം എന്നുള്ള ആഗ്രഹം. അതോടുകൂടിയാണ് കെനിയക്ക് പോണത്. അപ്പോൾ കെനിയനെ കുറിച്ച് വലിയ വിവരമൊന്നും ഉണ്ടായില്ല. ശരിക്കും പറഞ്ഞാൽ ആരും എന്നോടൊന്നും പറഞ്ഞു തന്നിട്ടുണ്ടായില്ല. ഞാൻ പോയി അവിടെ ചെന്നപ്പോഴാണ് ലാറ്റിൻ കുർബാനയാണ്, ഭാഷ വേറെയാണ് എന്നൊക്കെ മനസ്സിലായിട്ടുള്ളത്. എന്നിരുന്നാലും ഞാൻ വളരെ സന്തോഷവാനായിരുന്നു. എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ശരിക്കും ചെയ്യാൻ നോക്കി. അപ്പൊ അന്ന് എത്ര വർഷത്തേക്ക് അങ്ങനെ ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു? അപ്പൊ ഒരു 3 വർഷം നോക്കാം, അല്ലെങ്കിൽ 2 വർഷം അങ്ങനെ? ഞാൻ 4 വർഷം എന്ന് വിചാരിച്ചാ പോയത്. ഇപ്പൊ 38 വർഷമായി. കാരണം ആ ജനങ്ങളുടെ താല്പര്യം, മിഷണറിമാരോടുള്ള താല്പര്യം, അതുപോലെ തന്നെ അവർ അച്ഛന്മാരെ കൺസിഡർ ചെയ്യുന്ന വിധം, ഞങ്ങൾക്കൊക്കെ എല്ലാ സാധനവും, ഞാൻ ചെല്ലുമ്പോൾ ആ മിഷനിൽ ഒരു പാരിഷ് പ്രീസ്റ്റ് ആക്കി തന്നെ 1 മാസത്തിനുള്ളിൽ. അവിടെ ശരിക്കും പറഞ്ഞാൽ ഭക്ഷണത്തിന് കാശൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ എന്നെ അറിയിക്കാതെ തന്നെ കുക്കിനോട് ചോദിച്ചിട്ട് സ്റ്റോറിൽ എന്താ ഇല്ലാത്ത എന്ന് ചോദിച്ചാൽ ഒക്കെ വാങ്ങിച്ചു കൊണ്ടു കൊടുക്കും. അതിപ്പോഴും അവർ ചെയ്യുന്നുണ്ട്. എല്ലാ മാസത്തിൻ്റെ ആരംഭത്തിലും 1 മാസത്തേക്കുള്ള ഭക്ഷണം മുഴുവൻ ഒരു പള്ളിക്കാർ കൊണ്ടുവരും. എനിക്ക് 10-15 പള്ളിയുണ്ട്. അപ്പോൾ ഓരോ മാസവും അവർ സ്പോൺസർ ചെയ്യും. അങ്ങനെ അച്ഛന് ഒരു വിഷമം ഉണ്ടാവരുത് എന്ന് അവർക്ക് നിർബന്ധമാണ്. അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും അവർ നോക്കും. ഞാൻ അലക്സ് അച്ഛനും കൂടി ചെന്ന്, അലക്സ് അച്ഛൻ ഒരു 1-1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ തിരിച്ചു പോന്നു. എന്നെ ബിഷപ്പ് ഒരു കെനിയക്കാരൻ അച്ഛൻ്റെ കൂടെ കൊണ്ടുവന്നാക്കി, കൾച്ചർ പഠിക്കാനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട്. അത് കഴിഞ്ഞ് ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ എന്നെ ബിയൂണി എന്ന് പറഞ്ഞ ഇടവകയുടെ വികാരിയായിട്ട് എന്നെ കൊണ്ടുവന്നാക്കി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അച്ഛൻ ഒരു ഐറിഷ് അച്ഛനാണ്. ആ അച്ഛൻ തിരിച്ചു പോകാൻ, വയസ്സായി തിരിച്ചു പോകാനുള്ള പ്ലാനായിരുന്നു. അതുകൊണ്ടാണ് എന്നെ ആവശ്യപ്പെട്ടതും അവിടേക്ക് കൊണ്ടുവന്നാക്കിയതും. 1 മാസം കഴിഞ്ഞപ്പോൾ അച്ഛൻ തിരിച്ചു പോയി. അച്ഛൻ ഒരു ദിവസം എന്നെ എല്ലാ പള്ളിയിലൊക്കെ കൊണ്ടുപോയി കാണിച്ചു. ഒരു ദിവസം എന്നോട് പതുക്കെ ഡ്രൈവ് ചെയ്യാൻ പറഞ്ഞു, അച്ഛൻ്റെ വണ്ടി. ഞാനൊരു 7 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തു. അച്ഛൻ പതുക്കെ ഓടിച്ചോ, കുഴപ്പമൊന്നുമില്ല, അച്ഛന് സാധിക്കും എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോയി എന്നെ അവിടുത്തെ വികാരിയാക്കി. അച്ഛൻ 35,000 പേർക്ക് മാമോദീസ നൽകിയെന്നാണ് ഞാൻ അച്ഛനെ കുറിച്ചുള്ള പുസ്തകത്തിൽ വായിച്ചത്. എങ്ങനെയാണ് ഇത്രയധികം പേർക്ക് മാമോദീസ നൽകാൻ സാധിച്ചത്? അതിൻ്റെ ഒരു സാഹചര്യം ഒന്ന് വ്യക്തമാക്കാം. അവിടെ ഒരു ഫാമിലി എന്ന് പറയാൻ പറ്റില്ല കാത്തലിക്സിന്. അന്ന് ഒരു വീട്ടിൽ പ്രൊട്ടസ്റ്റന്റും ഉണ്ടാവും, കത്തോലിക്കരും ഉണ്ടാവും, ഒന്നുമില്ലാത്തവരും ഉണ്ടാവും, വിദ്യാഭ്യാസം ഇല്ലാത്തവരും. ഞാൻ ചെന്നപ്പോൾ ഉണ്ടായ ഗുണം, അവിടെ മാമോശ സ്വീകരിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ ആൾക്കാർക്കൊക്കെ വലിയൊരു
വിശ്വാസമായി. അങ്ങനെയാണ് പെട്ടെന്ന് ഈ മാമോദിസ എല്ലാ കൊല്ലവും അതായത് വെറുതെ മാമോദിസ മുഖമല്ല, അവരെ ശരിക്കും പഠിപ്പിക്കും. 10-15 പള്ളി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെയൊക്കെ പഠിപ്പിക്കാൻ ആൾക്കാരുണ്ട്. അങ്ങനെ പഠിപ്പിച്ചിട്ട് റെഡി ആവുമ്പോൾ എന്നോട് വന്ന് പറയും, ഞാൻ പോയി മാമോദിസ മുക്കും. 50ഓ 75ഓ അല്ലെങ്കിൽ 25ഓ ആൾക്കാർ മാമോദിസ മുക്കും. അങ്ങനെയാണ് ഈ ഒരു കൊല്ലം ആവറേജ് 1000 പേരെ മാമോദിസ മുക്കണത്. ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അച്ഛനുണ്ടാവും കേട്ടോ. ഞങ്ങൾ മാറി മാറി മാമോദിസ മുക്കും. അപ്പൊ ഇതിന് നമ്മെ സഹായിക്കാനായിട്ട് കാറ്റഗിസ്റ്റുകൾ ഉണ്ടായിരിക്കും അല്ലേ? ഇത് നമസ്കാരങ്ങളും വിശ്വാസ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനായിട്ട് കാറ്റഗിസ്റ്റ് ഉണ്ട്. ഈ മാമോദിസ മുക്കി കഴിഞ്ഞാൽ റെക്കോർഡിൽ കയറ്റും, പുസ്തകത്തിൽ എല്ലാം കയറ്റി മാമോദിസ കണക്കൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ ഇപ്പം നമ്മൾ അവിടെ ചെന്നതിന് ശേഷം ഇപ്പം കൂടുതൽ വൈദികര് ഇപ്പൊ CMI സഭയിൽ നിന്ന് തന്നെ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ബിയൂണി കേന്ദ്രീകരിച്ച് തന്നെ ഒരു കാത്തലിക് മിഷൻ എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളല്ലേ നടക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നിട്ടുണ്ടാകും? എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? ഞാനൊരു 5-6 വർഷം കഴിഞ്ഞപ്പോഴേ ഇവിടുന്ന് ഞാൻ സിസ്റ്റേഴ്സിനെ കൊണ്ടുപോയി, FCC സിസ്റ്റേഴ്സിനെ, ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സിസ്റ്റേഴ്സ്. അപ്പോൾ 2 സിസ്റ്റേഴ്സിനെ ഞാൻ അടുത്തൊരു സ്കൂളിലേക്ക് പഠിപ്പിക്കാൻ വിട്ടു. അപ്പോൾ ഗവൺമെൻറ് സ്കൂള് അത് നന്നായിട്ട് പഠിപ്പിച്ചിരുന്നു. മറ്റേ 2 പേർക്ക് അധികം പഠിപ്പിക്കാൻ വശമില്ലായിരുന്നു. അപ്പോൾ അവരെ എന്തെങ്കിലും ഒക്യുപ്പേഷൻ കൊടുക്കണമല്ലോ എന്നുള്ളൊരു ചിന്ത ഉണ്ടായി. അങ്ങനെ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അച്ഛനും കൂടി ആലോചിച്ചു. ജോയ് കളപ്പറമ്പൻ എന്ന് പറഞ്ഞ അച്ഛൻ ആലോചിച്ച് ഞങ്ങൾ ഞാൻ കാർമൽ സ്കൂളിൽ നിന്നാണ് പോയത്. അപ്പോൾ ഒരു ചെറിയ സ്കൂൾ അങ്ങോട്ട് തുടങ്ങിയല്ലോ, ക്വാളിറ്റി സ്കൂൾ. അങ്ങനെ ആലോചിച്ച് ഞങ്ങൾ 2 പേരും കൂടിയിട്ട് ഒരു 8 ക്ലാസ് മുറി പണിതു. അതൊക്കെ ജനങ്ങളുടെ സഹായം കൊണ്ടാണ് കേട്ടോ പണിയണത്. പണിത് ക്ലാസ് തുടങ്ങി. അപ്പോൾ അത് ഡേ സ്കൂളല്ല, കംപ്ലീറ്റ് ബോർഡിങ്. അപ്പോൾ പാരൻസിന് ഭയങ്കര താല്പര്യമാണ്. അച്ഛന്മാർ സിസ്റ്റേഴ്സ് നോക്കുന്നു, അവരുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കും, അവർക്ക് ബോധ്യമുണ്ട്. അങ്ങനെ പാരൻസ് പിള്ളേരെ കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ സ്കൂൾ ക്വാളിറ്റിയിലും കയറി വന്നു. ഇപ്പോഴും ആ സ്കൂൾ നന്നായിട്ട് നടക്കാനുണ്ട്. അതിനുശേഷം നമ്മളിപ്പം കൂടുതൽ സ്കൂളുകൾ, മറ്റ് സ്ഥാപനങ്ങൾ, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്? ആ തുടങ്ങിയത് ഞാൻ ഒരു പ്രൈമറി സ്കൂളാണ്, 4 തൊട്ട് 8 വരെ. അതിന് 8ാം ക്ലാസ്സിൽ ഗവൺമെന്റ് പരീക്ഷയൊക്കെ ഉണ്ടാവും. അതിനൊക്കെ നല്ല ഇതുണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്, നല്ല സ്കോറോട് കൂടിയിട്ട് കുട്ടികൾ പാസ്സാവും. പിന്നെ ഞാൻ ഒരു കുട്ടിക്ക് ഒരു നല്ല ഹൈ ക്വാളിറ്റി സ്കൂളിൽ അഡ്മിഷൻ വാങ്ങിക്കാൻ പോയി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ അഡ്മിഷൻ കഴിഞ്ഞു വെച്ചാൽ കുഞ്ഞൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ തിരിച്ചു വരുന്ന വഴിക്ക് എനിക്കൊരു തോന്നലുണ്ടായി, എന്തുകൊണ്ട് ഒരു ക്വാളിറ്റി സ്കൂള് സെക്കൻഡറി ഉണ്ടാക്കിക്കൂടാ. അങ്ങനെ ആൾക്കാരായിട്ട് ആലോചിച്ച് സെക്കൻഡറി സ്കൂൾ ഉണ്ടാക്കി. അതൊരു ഹൈ സ്റ്റാൻഡേർഡ് സ്കൂളാണ് എപ്പോഴും. അത് ആ സ്കൂൾ തുടങ്ങുന്നത് 96-ലാണ്. മറ്റേ സ്കൂൾ തുടങ്ങിയത് 91. അങ്ങനെ 96-ൽ തുടങ്ങി. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഒരു 50 സ്കൂളിൽ നമ്പർ 2 ആണത് ഇൻ ക്വാളിറ്റി. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്കൂളൊക്കെ നല്ല ആളുകൾക്ക്, ഗവൺമെൻറ്റിനും എഡ്യൂക്കേഷൻ ഓഫീസുകൾക്കൊക്കെ നമ്മളെ ഭയങ്കര അപ്രീസിയേഷനാണ്. മറ്റ് ഇവിടെ ഇപ്പം അച്ഛൻ ആദ്യം ചെന്ന സമയത്ത് തന്നെ ഈ 15 ഇടവകകൾ ഉണ്ടായിരുന്നോ, അതോ പിന്നീട് വളർന്നു വന്നതാണോ? കുറേയൊക്കെ പിന്നീട് വളർന്നതാണ്. ചില സ്ഥലത്ത് ഈ ഓലയല്ല, വൈക്കോല് മേഞ്ഞ, പുല്ല് മേഞ്ഞ പള്ളികളുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എല്ലാം കല്ലുകൊണ്ട് പണിത്, ഷീറ്റ് പണിത് നല്ല പള്ളികളാക്കി. എല്ലാ പള്ളിയും ഈ 15 ഇടത്തും അച്ഛന്റെ നേതൃത്വത്തിൽ പള്ളി പണിയാനായിട്ട് സാധിച്ചു. അപ്പൊ അതിനെ എങ്ങനെയാണ് അച്ഛനെ അതിനൊരു സപ്പോർട്ട്, പ്രത്യേകിച്ച് അതിന് ഫണ്ട് കണ്ടെത്തണം, ആളുകളുടെ സപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കണം? ഫണ്ടിനൊന്നും ഒരു വിഷമമില്ല. ജനങ്ങൾ കണ്ടമാനം നമ്മളെ സപ്പോർട്ട് ചെയ്യും. പിന്നെ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ, എല്ലാ സ്ഥലത്തും നമുക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പോയില്ലെങ്കിലും അവരവിടെ വന്ന് പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവും. കുർബാന സാക്രമെന്റ് ഇല്ല എന്നുള്ളൂ, മറ്റു പ്രാർത്ഥനകളൊക്കെ അവർ നടത്തും. അപ്പോൾ അവരവിടെ പിരിവും നടത്തും. ആ പിരിവ് ഒരു പ്രശ്നം കൂടാതെ അച്ഛനെ കൊണ്ടുവന്ന് തരും. ആ കാശൊക്കെയാണ് നമ്മൾ ശരിക്കും ഉപയോഗിച്ചത് പള്ളി പണിക്കും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ. ഞാൻ അവർ 10 രൂപ തന്നാൽ ഞാൻ അത് 100 രൂപയായിട്ട് പണിയും എന്നുള്ളത് അവർക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് അവർ കൂടുതൽ തരാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ സ്കൂളും പള്ളികളും എല്ലാം പണിത്
അവിടുത്തെ ജനങ്ങൾ മിഷണറിമാരെ ഭയങ്കര അപ്രിസിയേഷനാണ്. അവരുടെ ഒരു നമ്മളോടുള്ള ഒരു സ്നേഹവും ഒരടുപ്പവും ഒക്കെ എങ്ങനെയാണ് അവർ പ്രകടിപ്പിക്കുന്നത് സാധാരണ? അവർ നമ്മുടെ നാട്ടിൽ പോലെ പള്ളിയിൽ പോകാൻ മടിയില്ല. പള്ളിയിൽ വന്നാൽ അച്ഛനൊരു മണിക്കൂർ കഴിഞ്ഞിട്ടേ വരുള്ളൂ നോക്കിയാൽ കുർബാനയ്ക്ക്. അവരവിടെ നിന്ന് പ്രാർത്ഥിക്കും, വർത്താനം പറയൊന്നുമില്ല. ഭയങ്കര ഇമ്പ്രസീവാണ് അത്. നമുക്ക് വിശ്വാസം ഭയങ്കര വിശ്വാസമാണ്. വളരെ ഗൗരവത്തോടെ തന്നെ. കാരണം വിശ്വാസം ഇല്ലെങ്കിൽ, തമ്പുരാനിൽ വിശ്വാസം ഇല്ലെങ്കിൽ അവർക്ക് ജീവിതമില്ല. അവർക്ക് മഴയില്ലെങ്കിൽ കൃഷി ഉണങ്ങി പോവും. അപ്പം ഭക്ഷണമില്ല. അതുകൊണ്ട് വിശ്വാസം അവർക്ക് തമ്പുരാൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം അവരുടെ മറ്റ് ജീവിത രീതികളിലും മറ്റ് സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇടപെടുന്നത്? അപ്പം നമ്മൾ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു, ആത്മീയമായിട്ടുള്ളൊരു ജീവിതത്തിന്. ഒപ്പം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നമ്മളൊരു സഹായം ചെയ്യുന്നുണ്ട്. അത് കൂടാതെ മറ്റ് അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ മറികടക്കാനും അങ്ങനത്തെ അവരുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾ എത്രത്തോളം അവരെ സ്വാധീനിക്കുന്നുണ്ട്? നമ്മൾ ഈ സ്കൂളൊക്കെ തുടങ്ങിയപ്പോഴേ പാവപ്പെട്ട പിള്ളേരൊക്കെ ഉണ്ടാവും. അവരൊക്കെ പഠിക്കാൻ ഫ്രീ ആയിട്ട് നമ്മൾ ഒരുപാട് പിള്ളേരെ പഠിപ്പിച്ച് അവർക്ക് ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു കുട്ടീനെ പഠിപ്പിച്ചിട്ട് അവൾക്ക് ആദ്യം എയർഫോഴ്സിൽ ജോലി കിട്ടി. ഇപ്പോൾ അവൾ കയറി ഇൻ്റലിജൻസിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യണം. അതുപോലെ നഴ്സിംഗ് പലതുമായിട്ട് ഒരുപാട് പിള്ളേർ പഠിച്ച് കയറിയിട്ടുണ്ട്. അതുകൂടാതെ മറ്റ് ഇവർക്ക് ഇപ്പം ഒരു സ്വയം തൊഴിൽ സംരംഭം തുടങ്ങാനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പരിശീലനമോ അങ്ങനത്തെ സോഷ്യൽ ഈ സാമൂഹ്യ പ്രവർത്തനങ്ങൾ എന്നുള്ള രീതിയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്? അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു വില്ലേജ് പോളിടെക്നിക് എന്ന് പറയും. അവിടെ ഉള്ളത് കാർപ്പൻട്രി, മേസണറി, പിന്നെ തയ്യൽ ഇതൊക്കെ പഠിപ്പിക്കും. പിന്നെ കമ്പ്യൂട്ടർ ഇതൊക്കെ പഠിപ്പിച്ചിട്ട് ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. എല്ലാ പിള്ളേർക്കും സ്കൂളിൽ പോയി പഠിക്കാൻ കാശുണ്ടാവണമെന്നില്ല. ഇത് വളരെ നിസ്സാരമായിട്ട് ചിലവുള്ളൂ. ഇപ്പം ഞാൻ തിരിച്ചു പോണതിന് അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ്. അവിടുത്തെ ജനങ്ങൾ എനിക്കൊരു 8 ഏക്കർ സ്ഥലം തന്നിട്ടുണ്ട്. എന്നിലുള്ള വിശ്വാസം കൊണ്ടാണ്. അപ്പോൾ ആ സ്ഥലത്ത് ഒരു വില്ലേജ് പോളിടെക്നിക് പണിയണം. ഈ പറഞ്ഞ ഇതൊക്കെ ഐറ്റംസൊക്കെ അവിടെ തുടങ്ങി പിള്ളേരെ സഹായിക്കാനായിട്ട് ഉള്ള തീരുമാനത്തോടു കൂടിയാണ് ഇപ്പോൾ തിരിച്ചു പോണത്. അച്ഛൻ ഈ ഒരു കഴിഞ്ഞ ഏകദേശം ഇപ്പോൾ ഒരു 38 വർഷത്തോളം അവിടെ ചെന്ന ആദ്യ കാലങ്ങളിൽ ഒരുപാട് ഉത്കണ്ഠയും ഒരുപാട് ടെൻഷനും കാര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ടാവും. അവിടുത്തെ സാഹചര്യങ്ങളുടെ പ്രശ്നങ്ങളും വലിയ ടെൻഷനൊന്നും ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത് ആദ്യം 2 കൊല്ലത്തേക്ക്. ഔസേപ്പിതാവിൻ്റെ ഒരു പടം ഫ്രെയിം ചെയ്തിട്ട് എൻ്റെ ഫ്രണ്ട് വാതുക്കെ സ്ഥാപിച്ച് ഔസേപ്പിതാവിനെ ഏൽപ്പിച്ചു തന്നെ. എന്നെ കാത്തേക്കണം. ഔസേപ്പ് ഇതുവരെ എന്നെ കാത്തിട്ടുണ്ട്. ഇതുവരെ എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ മറ്റ് ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ ഒരു ദൈവപരിപാലനയുടെ അനുഭവങ്ങൾ, ഒരുപാട് അനുഭവങ്ങളിലൂടെ അച്ഛൻ കടന്നു പോയിട്ടുണ്ടാവും പല പല ഘട്ടങ്ങളിൽ. അങ്ങനത്തെ ഒരു മനസ്സിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള 1-2 എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ? ഞാൻ സ്കൂൾ തുടങ്ങി 1 കൊല്ലം കഴിഞ്ഞപ്പോൾ എൻ്റെ ഇത് ബോർഡിങ് സ്കൂളാണ് കേട്ടോ, ഡേ സ്കൂളല്ല. ജനറേറ്റർ കത്തിപ്പോയി. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചു, അച്ഛന് ജനറേറ്റർ വേണ്ടേ? വേണം. ഞാൻ ചോദിച്ചു, ആളെ എനിക്ക് അറിയാവുന്നതാണ്. എന്ത് വരും ചോദിച്ചു. 60,000 രൂപ. ഞാൻ പറഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവരുന്നത് അങ്ങൊരു വലിയ പോലീസ് ഓഫീസറാണ്. ഒരു 500 കിലോമീറ്റർ അകലെ ഗരീസ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് കൊണ്ടുവന്ന് തന്ന് ഫിറ്റ് ചെയ്ത് ലൈറ്റൊക്കെ ആയി. അതൊരു 15 kVA ജനറേറ്ററാണ്. വലിയ സ്ട്രോങ് ആണ്. ഞാൻ നൈറോബിയിൽ പോയിട്ട് സിറ്റിയിൽ പോയി എൻ്റെ വില ചോദിച്ചു. ആളെനിക്ക് തന്നത് 60,000 രൂപയ്ക്കാണ്. അതിന് 7 ലക്ഷം രൂപയാണ് ആ വില. ആ ജനറേറ്റർ ഒരു 91 കേട്ടോ. അതിപ്പോഴും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്യുന്ന വെച്ചാലേ കറണ്ട് ഇല്ലെങ്കിൽ അത് വർക്ക് ചെയ്യും. അവിടെ കറണ്ട് കിട്ടി. അതെങ്ങനെയാന്ന് വെച്ചാലേ അവിടെ ഞാനൊരു മെൻ്റലി ഡിസേബിൾഡ് സ്കൂൾ തുടങ്ങി. മെൻ്റലി ഡിസേബിൾഡ് ഈ പിള്ളേർ ഇങ്ങനെയൊക്കെ ഇരിക്കുള്ളൂ, വീൽ ചെയറിലൊക്കെ. അതിന് കുറച്ച് ക്ലാസ് മുറി ഫ്രഞ്ച് എംബസിക്കാർ പണിത് തന്നു. അപ്പോൾ ഫ്രഞ്ച് എംബസി അത് പണിത് കഴിഞ്ഞപ്പോൾ അവർ ഇനാഗുറേഷന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചു, ഇവിടെ കറണ്ടില്ല, ഈ കുട്ടികളുടെ സ്ഥിതി നിങ്ങൾക്ക് അറിയാലോ, അത് സഹായിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നോക്കട്ടെ, ഞങ്ങൾക്ക് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് ഗവൺമെൻറ് പരിപാടിയാണ്. അവർ 18 മില്യൺ എന്ന് വെച്ചാൽ
150 ലക്ഷം രൂപ ഗവൺമെന്റിലേക്ക് അടച്ചു. ഏകദേശം 1,50,00,000. തന്നെ അവിടേക്ക് എൻ്റെ സ്ഥലത്തേക്ക് കറണ്ട് കൊണ്ടുവരാൻ. അങ്ങനെ ഒരു കൊല്ലത്തിനുള്ളിൽ അവർ കറണ്ട് കൊണ്ടുവന്നു. അങ്ങനെയാണ് അവിടേക്ക് കറണ്ട് കിട്ടണത്. അപ്പോൾ നമുക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ അടുത്ത 2-3 സ്കൂളിലേക്ക് കൊടുത്തു. ഇപ്പോൾ പ്രദേശം മുഴുവൻ കറണ്ടായി. ഞാനൊരു 25 കൊല്ലം കറണ്ട് ഇല്ലാണ്ടാണ് ജീവിച്ചിരുന്നത്, ഈ ജനറേറ്റർ ഉപയോഗിച്ചിട്ട്. ജനറേറ്ററിന്റെ ആവശ്യമില്ല. എന്നിരുന്നാലും ചിലപ്പോൾ കറണ്ട് പോകുമ്പോൾ ഉപയോഗിക്കാലോ. സ്കൂളിന് കറണ്ട് ഇല്ലാണ്ട് പറ്റില്ല. ഈ 2 സ്കൂളും ക്വാളിറ്റി സ്കൂളാണ്. രാത്രി പിള്ളേർക്ക് പഠിക്കണം. കംപ്ലീറ്റ് ബോർഡിംഗ് ആണ്. ഈ നമ്മളിപ്പം ഈ ആഫ്രിക്കയെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉൾനാടൻ കെനിയ പോലെ അല്ലെങ്കിൽ ഉഗാണ്ട പോലെയൊക്കെ നമ്മൾ പോയി ഘാനയിലും ഒക്കെ പോയിട്ട് ഒത്തിരി മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള ആളുകൾ പലപ്പോഴും പലതരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ മോഷ്ടിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിലുള്ള സംഭവങ്ങൾ. അപ്പോൾ അച്ഛന് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ? എനിക്ക് കാര്യമായിട്ട് അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ 2 അച്ഛന്മാരുടെ കാറ് തട്ടിക്കൊണ്ടുപോയി. അവര് നിർത്തിച്ചിട്ടേ അവര് കാറും കൊണ്ടുപോയി. പക്ഷെ പിന്നീട് അതുപോലത്തെ അനുഭവങ്ങൾ ഇല്ല, അതൊക്കെ മാറി. ഇപ്പൊ നമ്മള് ഈ മിഷണറി അച്ഛന്മാരെ ഭയങ്കര താല്പര്യമാണ്. നമ്മുടെ സർവീസുകളെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായം. വേറെ അച്ഛൻ്റെ ഒരു വ്യക്തിപരമായിട്ടൊരു പ്രാർത്ഥനയും അതുപോലെ തന്നെ ഈ ഈശോയോടുള്ള ഒരു അടുപ്പവും, നമ്മൾ ഈ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നടത്തി ഇപ്പോൾ കൊണ്ടുപോകാനുണ്ട്, ഒരുപാട് ചുമതലകളുണ്ട്. അപ്പോൾ ഒത്തിരി പ്രാർത്ഥനാവശ്യങ്ങൾ അച്ഛൻ്റെ മുന്നിൽ വരുന്നുണ്ടാവും. അതുപോലെ തന്നെ അച്ഛൻ ചുമതലപ്പെട്ട് അച്ഛൻ നിർവഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അച്ഛൻ്റെ ഉത്തരവാദിത്വത്തിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം അച്ഛൻ എങ്ങനെയാണ് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ സമയം കണ്ടെത്തുന്നത്? ഞാനേ ഈ സ്കൂള് പണിയുക അല്ലെങ്കിൽ പള്ളി പണിയുക ഇതൊന്നും എൻ്റെ പ്ലാനിലുള്ളതല്ല. പക്ഷെ തമ്പുരാൻ ഡ്രീംസ് തരും. അങ്ങനെ അപ്പോൾ ഡ്രീംസ് തന്നാൽ തമ്പുരാൻ്റെ കൂടെ ഉണ്ടാവും. അങ്ങനെ ഞാനൊരു എഴുത്തെഴുതിയാലുണ്ടല്ലോ, അന്ന് പിറ്റേ ദിവസം കുർബാന ചെല്ലുമ്പോൾ ആൾത്താരിൽ വെച്ചിട്ട് ആ എഴുത്ത് ഞാൻ വിടുള്ളൂ. തമ്പുരാനെ ഏൽപ്പിച്ചിട്ട് ആ എഴുത്ത് വിടും. എനിക്ക് ഒരുവിധം എല്ലാ കാര്യങ്ങൾക്കും തമ്പുരാൻ്റെ സഹായം കിട്ടിയിട്ടുണ്ട്. ഞാനവിടെ ഫോർമേഷൻ തുടങ്ങിയല്ലോ, ഞാൻ മാത്രമല്ല ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് തുടങ്ങിയത്. അതിന് ആസ്പിറൻസ് ഹൗസ് ഉണ്ടാക്കി, നോഷിറ്റ് ഉണ്ടാക്കി, പിന്നെ സെമിനാരിയൻസിന് താമസിക്കാൻ സ്ഥലം ഉണ്ടാക്കി. ഇതൊക്കെ നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഫോറിനിൽ നിന്നോ കാശ് കിട്ടിയിട്ടല്ല, ഇതൊക്കെ തമ്പുരാൻ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് ശരിക്കും ഉപയോഗിച്ച്. ഇപ്പം ഈ സ്കൂളിൽ നിന്ന് കുറച്ച് വരുമാനമുണ്ട് കേട്ടോ. ഈ 2 സ്കൂളിൽ നിന്ന് പറഞ്ഞില്ലേ, അതിന് വരുമാനമുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ ഓരോ വേറെ കാര്യങ്ങൾ ചെയ്യും. അതൊക്കെ ജനങ്ങൾക്ക് അപ്രീസിയേഷൻ ഉണ്ട്. കെനിയയിലെ ഭരണാധികാരികളും അതുപോലെ തന്നെ അവിടുത്തെ പൗരപ്രമുഖരും സമൂഹത്തിലെ ഉന്നതരും ഒക്കെ മിഷണറിമാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ എത്രത്തോളം ബഹുമാനത്തോടെയാണ്, അല്ലെങ്കിൽ അവരതിനെ എത്രത്തോളം മാനിക്കുന്നുണ്ട്? അവർ നമ്മളെ വളരെ ഹൈ സ്റ്റാൻഡേർഡിൽ നമ്മളെ ബഹുമാനിക്കുകയും താല്പര്യം കാണിക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് 2 പ്രസിഡന്റുമാരെയും ഗ്രീറ്റ് ചെയ്യാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഒരു പ്രസിഡന്റ് സ്റ്റേജിലേക്ക് എന്നെ വിളിച്ച് 5 ലക്ഷം രൂപ കയ്യിൽ തന്നു. അതുപോലെ തന്നെ ഈ 2 കൊല്ലം മുമ്പ് ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് എന്നെ കാണാൻ വന്നു. അങ്ങേര് കാണാൻ വന്നു, എന്നോട് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ കുർബാന കണ്ടു, അത് കഴിഞ്ഞ് തിരിച്ചു പോകണ ആള് കാറിൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരു പൊതിയെടുത്ത് എനിക്ക് തന്നു, 20 ലക്ഷം രൂപ. ഞാൻ ചോദിച്ചിട്ടല്ല, അതിന് ചില കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഈ ബിയൂണി എന്ന് പറഞ്ഞ സ്ഥലത്ത് MP അവനെ ഞാൻ പഠിക്കാൻ സഹായിച്ച കുട്ടിയാണ്. അവൻ പഠിച്ച് യൂണിവേഴ്സിറ്റിയിലൊക്കെ അവന് സ്കോളർഷിപ്പ് കിട്ടി. യൂണിവേഴ്സിറ്റിക്കാർ അവനെ അമേരിക്കയിലേക്ക് വിട്ട് അവനൊരു വലിയ എഞ്ചിനീയറായിട്ട് തിരിച്ചു വന്നു. അങ്ങനെ അവൻ ഇലക്ഷൻ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞത് കല്ലേലി അച്ഛനാണ് എന്നെ ഞാനാക്കിയെടുത്തത്, അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണം. അതിന്റെ നന്ദി കാണിക്കാനാണ് വൈസ് പ്രസിഡന്റിനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്. അവൻ ജയിച്ചു, 2ാമതും ജയിച്ചു. അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങള്. വൈസ് പ്രസിഡന്റ് നല്ല മനുഷ്യനാണ് കേട്ടോ. വൈസ് പ്രസിഡന്റ് 2 പ്രാവശ്യം ഡിസേബിൾഡ് സ്കൂൾ തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ, അതിന് 10 ലക്ഷം വെച്ച് തന്നിട്ടുണ്ട്. പിന്നെ ആളുടെ ഭാര്യനെ അവിടേക്ക് വിട്ടു അത് കാണാൻ, ഈ കുട്ടികളെ. അത് വളരെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഫീൽ ചെയ്യുന്നതാണ് കേട്ടോ, കുട്ടികളുടെ ഇരിപ്പും. മെന്റലി ഡിസേബിൾഡ്.
അവിടെ നമുക്ക് നമ്മുടെ മിഷണറിമാർ അതുപോലെ തന്നെ സിസ്റ്റേഴ്സൊക്കെ അവിടെ സേവനം ചെയ്യുന്നുണ്ടോ? സിസ്റ്റേഴ്സിൻ്റെ ഈ FCC സിസ്റ്റേഴ്സാണ് എൻ്റെ എല്ലാ സ്കൂളുകളും നടത്തുന്നത്. ഓക്കെ ഓക്കെ. അച്ഛന് സ്കൂളിൽ ചെയ്തിരിക്കാൻ പറ്റില്ല, കാരണം അച്ഛന് പാസ്റ്റലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ സിസ്റ്റേഴ്സ്, ഒരാൾ അഡ്മിഷൻസ് ഉണ്ടാവും, ഒരാൾ മറ്റു കാര്യങ്ങൾ നോക്കാനുണ്ടാവും, ഇവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കണല്ലോ. അതെ അതെ. അപ്പോൾ കാര്യങ്ങളൊക്കെ നോക്കും സിസ്റ്റേഴ്സ്. സ്കൂൾ ഫീ പിരിച്ച് നമ്മുടെ അതിൽ കൊണ്ടുവന്ന് തരും. അതുപോലെ അവരും വളർന്നിട്ടുണ്ട്. FCC സിസ്റ്റേഴ്സിന് ഞങ്ങൾക്ക് അവിടുത്തെ ഒരു സൊസൈറ്റി 40 ഏക്കർ സ്ഥലം തന്നിട്ടുണ്ട്. ആ സ്ഥലം ഞങ്ങൾ FCC സിസ്റ്റേഴ്സിന് കൊടുത്തു. അവർക്ക് ഫോർമേഷൻ തുടങ്ങണം, പിന്നെ അവർക്കൊരു സ്കൂളൊക്കെ തുടങ്ങണം അവരുടേതായിട്ട്. അവർക്ക് വളരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സ്ഥലം അവർക്ക് കൊടുത്തു. ഞാൻ തനിച്ചു കൊടുത്തതല്ല, ഞാൻ അച്ഛന്മാരൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് അവർക്ക് കൊടുത്തു. ഇപ്പോൾ എൻ്റെ അടുത്ത് വേറെ SD സിസ്റ്റേഴ്സ് ഉണ്ട്. അവർക്കും ഒരു 3 ഏക്കർ സ്ഥലം വാങ്ങിച്ചു, ഒരു 4 ഏക്കർ സ്ഥലം ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ അവരും വളരും. ഇപ്പോൾ കഴിഞ്ഞ 40 വർഷത്തോളമായി നമ്മുടെ CMI സഭയുടെ നേതൃത്വത്തിലുള്ള മിഷൻ പ്രവർത്തനങ്ങൾ കെനിയയിൽ നടക്കുന്നു. ഇന്ത്യക്ക് പുറത്ത് ആദ്യത്തെ CMI മിഷൻ സംരംഭമായിരുന്നു, മിഷൻ മേഖലയായിരുന്നു കെനിയ. ഇപ്പോൾ 40 വർഷം കഴിഞ്ഞപ്പോൾ എത്രത്തോളം പേരെ ഈ ഒരു വൈദിക ജീവിതത്തിലേക്കും പൗരോഹിത്യത്തിലേക്കും ഒക്കെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് ഞാൻ കേട്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് 9 അച്ഛന്മാരുണ്ട് ഓൾറെഡി കെനിയക്കാർ. ഇപ്പോൾ ഒരു 10-15 ബ്രദേഴ്സ് ഉണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 9 അച്ഛന്മാരെന്ന് പറയുന്നത് അവരപ്പം CMI വൈദികരായിട്ടാണോ അതോ അവിടുത്തെ രൂപത CMI വൈദികരായിട്ട്? ഇന്ത്യക്ക് പുറത്ത് ആദ്യം CMI കോൺഗ്രേഷൻ തുടങ്ങുന്നത് കെനിയയിലാണ്. ഓക്കെ ഓക്കെ. വേറെ അമേരിക്കയിലോ ജർമ്മനിയിലോ ഒരു സ്ഥലത്തും തുടങ്ങിയിട്ടില്ല, ഇപ്പോഴും തുടങ്ങിയിട്ടില്ല. കെനിയയിലാണ് ആദ്യമായിട്ട് പട്ടം കിട്ടി അച്ഛന്മാരായിട്ടുള്ളത്. CMI വൈദികനായിട്ട് പട്ടം കിട്ടിയല്ലേ തദ്ദേശീയരായിട്ടുള്ള വ്യക്തികൾ കടന്നു വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അവരുടെ ഒരു കുടുംബത്തിൻ്റെയും ഒക്കെ ഒരു അടുപ്പവും ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കാത്തലിക് ഫാമിലീസാണ്. നല്ല നല്ല താല്പര്യമാണ്, അത് നന്നായിട്ട് ജീവിക്കേണ്ടത്. CMI സഭാ നിയമങ്ങളൊക്കെ കീപ്പ് ചെയ്ത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ചിലർ പാരിഷ് പ്രീസ്റ്റാണ്, നമ്മളാക്കിയേക്കണതാണ്. സുപ്പീരിയർ ഇപ്പോഴും ഇന്ത്യക്കാരാണ്. ഭാവിയിൽ കെനിയയിൽ നിന്നും തന്നെയുള്ള വ്യക്തികൾ കടന്നു വന്ന് അവിടെ ആ രീതിയിൽ വളർന്നു നമ്മുടെ കൾച്ചറിൽ വളരും. മൊണാസ്റ്റിക് ലൈഫ് അത് പഠിച്ച് അവർ അതിൽ ജീവിക്കുന്നുണ്ട്. വളരെയധികം സന്തോഷമുണ്ട് അച്ഛൻ്റെ ഒപ്പം ഇത്രയും സമയം സംസാരിച്ചിരിക്കാൻ സാധിച്ചതിൽ. ഒപ്പം നമ്മുടെ പ്രേക്ഷകർക്കും വളരെയധികം സന്തോഷമായി കാണും, വലിയ പ്രചോദനമായിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇന്ത്യക്ക് പുറത്ത് ഒരുപാട് മിഷൻ മേഖലകളിലേക്ക് നമ്മുടെ വൈദികരും സിസ്റ്റേഴ്സും ഇനിയും പോകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കെനിയ പോലെ വളരെ അനുകൂലമായ സാഹചര്യങ്ങളുള്ള ഇടത്ത് കൂടുതൽ അവർക്ക് ആവശ്യമുള്ള സ്ഥലമാണ്, അല്ലേ? കൂടുതൽ ആവശ്യമുള്ള സ്ഥലമാണ് കെനിയ എന്ന് തോന്നുന്നു. അപ്പോൾ അതുപോലെ ഉള്ള കൂടുതൽ ആവശ്യക്കാരുള്ള, വചനത്തിന് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി, മിഷൻ സേവനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ജനത്തിൻ്റെ അടുത്തേക്ക് പോകാൻ ഇനിയും ഒരുപാട് മിഷണറിമാർ കേരളത്തിൽ നിന്നും അച്ഛൻ്റെ ജീവിതം കണ്ട് പ്രചോദനം നേടി മുന്നോട്ട് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഷെഖേന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇത്രയും സമയം അച്ഛൻ മാറ്റിവെച്ചതിനും കെനിയയിലെ സഭാ പ്രവർത്തനങ്ങളുടെ, മിഷൻ പ്രവർത്തനങ്ങളുടെ വിശേഷങ്ങൾ പറഞ്ഞതിനും ഒത്തിരി നന്ദി. താങ്ക് യു അച്ഛൻ.